അധ്യായം 33. യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചുവെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാൺകെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽസെഫോനു കിഴക്കുള്ള പിഹഹീറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. ഏത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലിമിലെത്തി പാളയമടിച്ചു. ഏലിമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദൊഫ്കയിലും ദൊഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റെഫിദീമിലുമെത്തി പാളയമടിച്ചു. റെഫിദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റെഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൺ പേരസിലും അവിടെ നിന്ന് ലിബ്നയിലും ലിബ്നയിൽ നിന്ന് റിസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹേലാത്തയിലെത്തി പാളയമടിച്ചു. കെഹേലാത്തയിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹാരാദായിലും ഹാരാദായിൽ നിന്ന് മഖ്ഹേലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലും എത്തി പാളയമടിച്ചു. മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബനേയാക്കാനിലും അവിടെ നിന്ന് ഹോർ ഹഗിത് ഗാദിലും അവിടെ നിന്ന് യോദ്ബാത്തായിലും യോദ്ബാത്തായിൽ നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദശിലും അവിടെ നിന്ന് ഏദോം ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലും എത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹറോൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഹോർ മലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹറോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാദ് രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേലിയർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിലും ഓബോത്തിൽ നിന്ന് മോവാബിന്റെ അതിർത്തിയിലുള്ള ഈയെ അബാറിമിലും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിലും അൽമോൻ ദിബ്ലാത്തായീമിലും അവിടെ നിന്ന് അബാറിം മലകളിൽ നെവോബിന് കിഴക്ക് വശത്തും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മോവാബ് സമതലത്തിൽ പാളയമടിച്ചു. ആ പാളയം ബേത് യെഷീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം.
പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും. കർത്താവിൻ്റെ വചനം.